ആയിട്ടുള്ള എന്റെ കല്യാണം നടന്നാൽ അതെല്ലാം മാറും. ശ്രേയ അരവിന്ദേട്ടനെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ കുടുംബത്തിനോട്, പ്രത്യേകിച്ച് എന്നോടും അക്കുച്ചേട്ടനോടും പ്രതികാരം ചെയ്യാനാ. അവൾക്ക് അരവിന്ദേട്ടനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെന്ന് അരവിന്ദേട്ടന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഉണ്ടാവില്ല, പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്നെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടല്ലേ നീ ആകാശിനെ കല്യാണം കഴിച്ചത്. എന്നിട്ടിപ്പോ നിനക്ക് ആകാശിനോട് സ്നേഹമില്ലേ? അതുപോലെ ശ്രേയയുടെ മനസ്സും മാറും. അരവിന്ദേട്ട, എന്നെ പോലെ അല്ല ശ്രേയ. അതെന്താ, അവൾക്ക് കൊമ്പുണ്ടോ? ഈ കാര്യത്തിലെ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ തന്നെയാ. കഴുത്തിൽ താലി കെട്ടിയവനോട് എന്നും അവർക്കൊരു വിധേയത്വം ഉണ്ടോ? കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ അവളെ ഞാൻ എന്റെ ചൊൽപ്പടിക്ക് നിർത്തി കാണിച്ചു തരാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവളും അരവിന്ദേട്ടനും കൂടി നമ്മുടെ കുടുംബം തകർക്കുമല്ലേ? എന്റെ ഭാര്യയുടെ അടുത്ത് ഈ വക അഭ്യാസങ്ങളൊന്നും വേണ്ട. വൈകാതെ നിന്റെ കല്യാണം ഉണ്ടാവുമല്ലോ. ഈ നമ്പറുകളൊക്കെ നിന്റെ ഭാര്യയുടെ അടുത്ത് ഇറക്കിയാൽ മതി. അവക്കാണെങ്കിൽ 2 തല്ലിന്റെ കുറവുണ്ട്. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. നമ്മൾ തമ്മിൽ ഉരസിയാലേ നാട്ടുകാര് ബാലമാഷിന്റെ മക്കൾ നടു റോഡിൽ തല്ലുകൂടിയെന്ന് പറയും. അതച്ഛന് ക്ഷീണമാവും. നീ പേടിച്ചോ? ഇല്ല, അക്കുച്ചേട്ടൻ കൃത്യസമയത്ത് എത്തിയത്. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത്. എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞാൻ നിനക്കൊരു ക്ലയന്റിനെ റെഡിയാക്കിയിട്ടുണ്ട്. ആ ക്ലയന്റ് ഒരു ലേഡിയാ. അവരെ നീ ഇംപ്രസ് ചെയ്താ വലിയൊരു ഓർഡർ കയ്യിലിരിക്കും. അവര് സീഷോർ റിസോർട്ടിലുണ്ട്. നീ നേരെ അങ്ങോട്ട് വയ്ക്കോ. ഞാനൊരു ഫയൽ ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് വേഗം അങ്ങോട്ട് വരാം. അക്കുച്ചേട്ടാ, താങ്ക് യു. ഓ, വരവ് വെച്ചിരിക്കുന്നു. ഹലോ, ചാരു സീഷോർ റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്. ഒറ്റയ്ക്കോ? ശരി, ബാക്കി ഞാൻ നോക്കിക്കോളാം. മോനെ, ഞാൻ ഈ സാരി കൊടുത്താ പോരെ? ആ, നീ എന്താ ഇതുവരെ കുളിക്കാത്തത്? വേഗം പോയി കുളിച്ച് റെഡിയാവ്. എനിക്ക് റെഡിയാവാൻ 5 മിനിറ്റ് മതിയല്ലോ. ശരി. ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? എന്തായാലും ടൂറിന് പോണം. എന്നാ പിന്നെ കുറച്ച് സന്തോഷിച്ചൂടെ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ സന്തോഷിക്കാനാ? പാറു പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവക്ക് നല്ല വിഷമമുണ്ട്. രാവിലെ ടെറസിലേക്കെന്നും പറഞ്ഞ് പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലേ. ഞാൻ മുകളിലേക്ക് പോയി നോക്കിയിട്ട് വരാം. ഇപ്പൊ ഇവിടുന്ന് മാറിയാ അമ്മ പെട്ടെന്ന് മനസ്സിലാക്കും. നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങാം അല്ലേ? നീ ചോദിക്കേ. എന്താ രണ്ടുപേരും കൂടെ കഥകളി കാണിക്കുന്നേ? അത് അവൾക്ക് ഒരു കൂട്ടുകാരെയും കൂടെ കൂട്ടണം എന്നാ പറയുന്നത്. അത് ശരി. ഞാനിവിടെ പാറുവിനെ കൊണ്ടുപോകാൻ പറ്റാത്തതിൽ വിഷമിച്ചിരിക്കുമ്പോ നിനക്ക് കൂട്ടുകാരിയും കൊണ്ടുവരണമല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ എന്താണ് ആലോചിക്കുന്നേ? അതൊന്നും വേണ്ട. ഇനി അവൾക്ക് വേണ്ടി കാത്തു നിന്നാ ഒരുപാട് വൈകും.
അവളൊരു 5 മിനിറ്റ് എത്തിക്കോളും. നമുക്കിറങ്ങാൻ എന്തായാലും അതിലും കൂടുതൽ സമയം എടുക്കില്ലേ? സമയം മാത്രമല്ലമ്മേ പ്രശ്നം. ഇത് നമ്മൾ കുടുംബക്കാർ മാത്രം പോകുന്നൊരു ട്രിപ്പല്ലേ? അതിലിങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വരുന്നത് ശരിയാണോ? അതൊക്കെ അത്ര വലിയ കാര്യമായിട്ട് എടുക്കണോ? എനിക്കിതൊക്കെ വലിയ കാര്യമാണ്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ ഞാൻ എന്ത് വിശ്വസിച്ച ടൂറിന് കൊണ്ടുപോകുന്നത്? ഈ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മുടെ കൂടെ വിഷു ആഘോഷിച്ച ആ കുട്ടിയാ. ആര്? കത്രീന കൈഫ്.